വസീഫ്, ആരാണ് കലാപാഹ്വാനം നടത്തിയത്? കലാപാഹ്വാനം നടത്തിയത് ആരാന്ന് നിങ്ങളിപ്പോൾ ടി വിയിൽ കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് കലാപാഹ്വാനം നടത്തുന്നത്. കേരളത്തിൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്നുള്ള നിലക്കാണ് ഇപ്പോൾ UDFിൻ്റെ സമരം. തുടക്കത്തിൽ ഇവരറിയാതെ ആരോ അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു എന്ന് പറഞ്ഞു കണ്ണൂരിൽ. ആ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം ഇവർ പറഞ്ഞു ഇനി കേരളത്തിലുടനീളം കരിങ്കൊടി പ്രതിഷേധം ഉണ്ടാകുമെന്ന്. അത് കഴിഞ്ഞ് ഇപ്പോൾ എറണാകുളത്ത് എത്തുന്ന സമയത്ത് ഷൂ എടുത്തെറിഞ്ഞു മുഖ്യമന്ത്രിക്ക് നേരെ. അപ്പോൾ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇനി ഞങ്ങൾ ഷൂ എറിയൽ സമരം നടത്തും എന്ന്. അങ്ങനെ എന്താണോ ഇവർ നടത്താൻ ഉദ്ദേശിച്ചത് എന്നുള്ളത്, എന്താണ് നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഇവർക്ക് പോലും പറയാൻ പറ്റാത്ത സാഹചര്യം. എന്തൊക്കെയോ നടക്കുന്നു, ആരൊക്കെ സമരം നടത്തുന്നു. ഇതിനൊരു കൃത്യമായ നേതൃത്വമില്ല, മുദ്രാവാക്യമില്ല, ആവശ്യങ്ങളില്ല, ഒന്നുമില്ല. ഇപ്പം ഇന്ന് തിരുവനന്തപുരത്തും നമ്മൾ കാണുന്നു ഇവരങ്ങ് കയറി അടിക്കുക, പോലീസിനെ അടിക്കുക, മണിക്കൂറുകളോളം തെരുവിൽ യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കുക. എനിക്കപ്പോൾ ഓർമ്മ വരുന്നത് ജൂനിയർ മാൻഡ്രേക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഓമനക്കുട്ടൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തെ ചെയ്യുന്നുണ്ട് ജഗതി. ആ പ്രതിമക്കുള്ളിലുള്ള രത്നങ്ങൾ കിട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറണം. പോലീസ് സ്റ്റേഷനകത്തേക്ക് കയറാൻ വേണ്ടി ആദ്യം പോയിട്ട് ഒരു മനുഷ്യൻ്റെ മുണ്ട് പറിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ എന്നെ പോലീസിൽ പരാതി കൊടുത്ത് അറസ്റ്റ് ചെയ്യിക്കൂ. പിന്നെ ഒരു പായയും തലയാണിയുമായി ചെന്നിട്ട് റോട്ടിലേക്ക് കിടക്കുക, എന്നിട്ട് പറയാ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകൂ. ഈ തരത്തിലേക്ക് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികൾ മാറുക. ഇന്ന് ഞങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ഉന്നയിക്കാനുള്ളത്, കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന് മുഖം നഷ്ടപ്പെട്ട സമയത്താണ് ഇങ്ങനെ അക്രമ സമരവുമായിട്ട് ഇവരിറങ്ങുന്നത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹിയുടെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചത് 2.5 കിലോ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിയാണ് മലപ്പുറത്തെ തുവൂരിൽ ഒരു സ്ത്രീയെ കൊന്ന് കുഴിച്ചു മൂടിയത് സ്വന്തം വീട്ടിൽ. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വിൽപ്പന നടത്തിയത്. കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാണ് റെയിൽവേ സാമഗ്രികൾ മോഷണം നടത്തിയതിന് ജയിലിൽ കിടക്കുന്നത്. ഈ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തുടനീളം അവരുടെ സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇന്ത്യൻ വോട്ടർ ID വ്യാജമായി നിർമ്മിച്ചു എന്ന് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അത് കണ്ടെത്തി കേരളത്തിലെ പോലീസിനോട് കാര്യക്ഷമമായി അന്വേഷിക്കണം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ, കേരള പോലീസ് തെരഞ്ഞു വന്നിരിക്കുന്നു കുറച്ച് DYFI പ്രവർത്തകരെ പന്തളത്ത് തെരഞ്ഞു വന്നിരിക്കുന്നത് അഭിജിത്ത് രാജ്, അഖിൽ കൃഷ്ണൻ, എബിൻ കെ ഷാജി, അബി വക്താസ്, അജിത് കുമാർ MA, ആഷിഖ്, അജിത് കൃഷ്ണൻ, അബ്ദുൽ ജലാൽ എന്നിവരെ തെരഞ്ഞ് പോലീസ് വരിക. ഇവരോട് പറഞ്ഞു നിങ്ങളുടെ പേരിൽ കുറച്ച് ID കാർഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങളുടെ ID കാർഡുകൾ എന്ന വ്യാജേന ഉണ്ടാക്കിയ ID കാർഡുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ വരുന്നു. ഇവർ പരാതി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ വ്യാജ ID കാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിലൂടെ വ്യാജ പ്രസിഡന്റായിരിക്കുന്ന കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം, ആ നേതൃത്വത്തിന് മുഖം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ നഷ്ടപ്പെട്ട മുഖം തിരിച്ചു പിടിക്കാനാവുമോ എന്നുള്ള ശ്രമമാണ് ഇവർ ഈ അക്രമത്തിലൂടെ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ടാണല്ലോ ചർച്ച. മറ്റേ വിഷയം സമഗ്രമായി തന്നെ നമ്മൾ ചർച്ച ചെയ്താണ്. അത് താങ്കൾക്ക് പറഞ്ഞുകൂടാ എന്നില്ല, താങ്കൾക്ക് പറയാം. പക്ഷേ ഇപ്പോൾ താങ്കളുടേത് മുഖ്യമന്ത്രിയുടേതുപോലെ ഭാഗികമായ കാഴ്ചയാണോ എന്നൊരു സംശയം. കാരണം ഈ കല്യാശ്ശേരിയിൽ നിന്നിപ്പോൾ കൊല്ലം എത്തുന്നവരെ തല്ലുകൊണ്ട് എത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ, അത് താങ്കൾ പറഞ്ഞതുപോലെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും കണ്ടിരിക്കുന്നത് 32-ാം ദിവസമാണ്. തെരുവിലേക്ക് ഇറങ്ങാനുള്ള ആലോചന അവർക്ക് വരുന്നത് 32-ാം ദിവസമാണ്. പക്ഷേ ഈ ചെടിച്ചട്ടി കൊണ്ടുള്ള ആക്രമണം, ഗവൺമെന്റ് ആക്രമണം, ഇതിൽ നിങ്ങളും പോലീസും സംയുക്തമായി നടത്തിയ ആക്രമണം, ഇതൊക്കെ കേരളം കണ്ടതാണല്ലോ. അപ്പൊ കേരളമെല്ലാം കാണുന്നുണ്ട് ശ്രീ വസീഫ്. അല്ല, കേരളത്തിലെ പോലീസിന്റെ നടപടികൾ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഉണ്ടാവുന്നത്? അതുകൂടി പരിശോധിക്കണ്ടേ നമ്മൾ, സ്മൃതി? ഞങ്ങൾ കേരളത്തിൽ SFIയുടെ ഭാഗമായിട്ടൊക്കെ നിരവധി സമരത്തിലൊക്കെ പങ്കെടുത്ത ആളുകളാണ് ഞങ്ങളൊക്കെ. ഇപ്പോൾ DYFIയുടെ ഭാരവാഹിത്വത്തിലൊക്കെ. അതാണ് മനസ്സിലാവാത്തത്. നിങ്ങൾ സമരങ്ങളിലൂടെ വന്നവരാണ്, നിങ്ങളും കരിങ്കൊടി സമരം ഇപ്പോഴും ഗവർണർക്കെതിരെ ശക്തമായി നടത്തുന്നവരാണ്. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സമരമാകുമ്പോഴേക്കും യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിന് നേരെ അല്ലെങ്കിൽ സമരം ചെയ്യുന്നവർക്ക് നേരെ രക്ഷാപ്രവർത്തനവുമായി പോലീസും DYFIയും ഇറങ്ങിയാണ്. രക്ഷാപ്രവർത്തനം എന്നാണല്ലോ മുഖ്യമന്ത്രി അതിനെ വിളിച്ചത്. അപ്പോൾ അവരുടെ സമരത്തെ ആത്മഹത്യാശ്രമമായി കാണുക, അവരുടെ ശ്രമത്തെ കൊലപാതക ശ്രമമായി കാണുക. അപ്പോൾ സമരം പല രൂപത്തിൽ കാഴ്ചയിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിനോട് എന്താണ് പറയാനുള്ളത്? അങ്ങനെയല്ല സ്മൃതി അതിനെ കാണേണ്ടത്.
ഇപ്പോൾ SFI നടത്തിയ സമരം, ആ സമരത്തിനൊരു അന്തസ്സുണ്ട്. ആ സമരം കാണുമ്പോൾ ഞങ്ങൾക്കൊക്കെ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുൻകൂട്ടി പറഞ്ഞുകൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുന്ന സമരാത്. അല്ലാതെ എവിടെയെങ്കിലും ഒളിച്ചും പാത്തും ഇരുന്ന് ഏതെങ്കിലും പൊന്തക്കാട്ടിൽ നിന്ന് ചാടി വീണ് 2 കരിങ്കൊടി ഉയർത്തി കാണിച്ച് തുള്ളിച്ചാടി ഇറങ്ങിപ്പോകുന്ന സാഹചര്യം അല്ല ഇത്. ഈ വാഹനത്തിന് മുമ്പിലേക്ക് ആരെങ്കിലും പറഞ്ഞു വിടുന്ന സാഹചര്യം അല്ല അത്. അതിനൊരു നേതൃത്വമുണ്ട്, അതിനൊരു മുദ്രാവാക്യമുണ്ട്. അങ്ങനെയുള്ള സമരമാണ് ഞങ്ങൾ നടത്താറ്. അല്ലാതെ ഇതുപോലെ ആളില്ലാതെ, മുദ്രാവാക്യമില്ലാതെ, നാഥനില്ലാത്ത സമരത്തിനല്ല ഞങ്ങൾ നേതൃത്വം. ആളില്ലാത്ത സമരമായിരുന്നു കല്യാശ്ശേരി തൊട്ട് കൊല്ലം വരെ കണ്ടത് അല്ലേ? ശരി, അതാണ് വസീഫിന് പറയാനുള്ളത്. ഞാൻ വസീഫിലേക്ക് വരാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.